ഹലോ ആൻഡ് എല്ലാവർക്കും നമസ്കാരം. തമാശ തിരമാലകൾ അലയടിക്കുന്ന ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഒരു ബിഗ് ആൻഡ് ഗ്രാൻഡ് വേദിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളെ നമുക്ക് ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം our very own comedy king രമേശ് പിഷാരടി, the super gorgeous അനുശ്രീ. നമസ്കാരം. നമസ്കാരമുണ്ട്. രമേശ് എന്നാ എന്റെ പേര്. രമേശ് ഏട്ടാ, നിങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയുള്ള വരവാണിത്. രമേശ് എന്ന് പറഞ്ഞാൽ എത്ര നാണം കെട്ട പേരാണോ? അയ്യോ അല്ലല്ല, വളരെ നല്ല പേരാണ്. വിവരമുള്ളവർക്ക് അത് അറിയാം. രമേശ് എന്ന് പറഞ്ഞ ഈ പേര് കൊണ്ടല്ലേ ഇത് ഇങ്ങനെ ഉയർന്നു വന്നത്. അതെ, താങ്ക് യു. അതെ, ഒരു സങ്കടം പറയാൻ വേണ്ടി വന്നതാണ്. അയ്യോ, ഞങ്ങളിവിടെ സന്തോഷം മാത്രം പറയുന്ന ഒരു പരിപാടിയാണിത്. അല്ല, എന്റെ സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം കിട്ടുമെന്ന് പുറത്ത് ഓരോരുത്തർ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓ, നിങ്ങൾക്ക് സന്തോഷം വേണം. ഓ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സഹായിക്കാൻ ചേട്ടാ. എന്റെ ഭാര്യയുടെ അച്ഛൻ മരിച്ചുപോയി. തലയ്ക്ക് അടി കൊണ്ടാ മരിച്ചത്. ചേട്ടാ, അയ്യോ കരയല്ലേ, സ്റ്റേജ് കരയല്ലേട്ടാ? കരയല്ലേ, ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച പിന്നെ എങ്ങനെ കരയാണ്ടിരിക്കും? സത്യം പറയാമല്ലോ, എന്റെ ഭാര്യയുടെ അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു. എന്നെയോ അനുശ്രീനെയോ? ഇവിടെ രമേശ് പിഷാരടി തന്നെ വലിയ ഇഷ്ടമായിരുന്നു. ജീവിച്ചിരുന്നപ്പോ ഉണ്ട് അദ്ദേഹത്തിനൊന്ന് കാണണം എന്ന് പറയും. എന്നോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു. എനിക്ക് സാധിച്ചില്ല കൊണ്ടൊന്ന് കാണിക്കാൻ. അയ്യോടാ, എന്നെ ഒന്ന് വിളിച്ചായിരുന്നെങ്കിൽ ഞാൻ ഒന്ന് കാണാമായിരുന്നു. അദ്ദേഹം നമ്പർ ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ. ആണാ? അല്ലെങ്കിൽ ഞാൻ വന്ന് കണ്ടെങ്കിലും എന്നെ വലിയ ഇഷ്ടമായിരുന്നു. സത്യം പറഞ്ഞാൽ വലിയ അധ്വാനിയായിരുന്നു ആള്. ജോലി ഇഷ്ടം പോലെ അധ്വാനിക്കുന്ന ആളായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ അധ്വാനിക്കാൻ പോയിട്ടില്ല. അപ്പൊ നിങ്ങൾ പുള്ളിനെ പണിക്ക് വിട്ടില്ല, നിങ്ങൾ തന്നെ എല്ലാ ജോലി? അതല്ല, ഞാനേ അധ്വാനിക്കാൻ പോയിട്ടില്ല, അദ്ദേഹം അധ്വാനിക്കാൻ. പുള്ളിനെ കൊണ്ട് പണിയെടുത്ത് തന്നെയായിരുന്നു. നമുക്കിത് ശീലമില്ലല്ലോ. പുള്ളി അങ്ങ് അധ്വാനിക്കാൻ അങ്ങനെ വീട് കഴിഞ്ഞു പെട്ടെന്ന് ഇങ്ങനൊരു തലയ്ക്ക് അടി കൊണ്ട് മരിച്ചത്. അപ്പൊ അവസാനത്തെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ. ഇപ്പൊ നമുക്ക് അങ്ങനെ കാണാനോ തൊടാനോ എന്നെ തൊടണമെന്ന് ഒരു ആഗ്രഹം ചെയ്യാൻ പറ്റില്ലല്ലോ സുഹൃത്തെ. അല്ല, അദ്ദേഹത്തിന്റെ ചിതാഭസ്മം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടുമല്ലോ. പിഷാരടി അതിനകത്തൊന്ന് തൊടുകയെങ്കിലും ചെയ്താൽ ഇവിടെ അല്ല, അത് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ അത്രയും സ്നേഹിച്ചിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാനത് തരും. ഇതിനകത്ത് അവിടെ നിന്ന് എടുത്തു വെച്ചപ്പോ ഇത്രയും ബുദ്ധിമുട്ടില്ല. ഇത് ചിതാഭസ്മം ഒന്നും അല്ലല്ലോ, ഇതൊരു കരിങ്കല്ലല്ലേ? ഒരു സെക്കൻഡ്. എസ് ഐ സാറേ, അതെ, അച്ഛൻ്റെ മരണമൊഴിയില്ലേ കല്ലുകൊണ്ട് രമേശ് അടിച്ചു കൊന്നു എന്നല്ലേ? അത് ഞാൻ ഈ രമേശ് അല്ല, യഥാർത്ഥ രമേശിന്റെ ഫിംഗർ പ്രിന്റോട് കൂടി ഞാൻ പിടിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. സാറേ, നമുക്ക് പരിപാടി കേൾക്കാം. അങ്ങനെ പുറകെ പോയിട്ട് കാര്യമില്ല. അല്ല, എന്തായാലും സങ്കടം കൊണ്ട് വന്ന ഒരാൾക്കേ നമ്മള് ഈ പരിപാടി കൊണ്ടൊരു സന്തോഷം കൊടുക്കാൻ പറ്റിയെന്നുള്ളത് വലിയൊരു കാര്യമാണ്. അടുത്തതായി ഇന്നത്തെ എപ്പിസോഡിലെ പെർഫോമറെ സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് വി ഹാവ് മെൽവിൻ മാനുവൽ ഫ്രം കൊച്ചിൻ. Once upon a time, once upon a time, once upon a time, once upon a time. Hello Melvin, welcome to Once Upon a Time. Thank you. കൊച്ചിയിലാണ് താമസം. എന്ത് ചെയ്യുന്നു മെൽവിൻ? എന്ത് ചെയ്യുന്നു? ഞാനൊരു ഇലക്ട്രീഷ്യനാണ്. ഇലക്ട്രീഷ്യനാണ്. ചെറുതായിട്ട് മിമിക്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുതായിട്ടെന്ന് വെച്ചാല് ഞാൻ മിമിക്രി ട്രൂപ്പില്. ഏത് ട്രൂപ്പിലാ? മെഗാ കൊച്ചിൻ, രഞ്ജൻ പള്ളുരുത്തിയുടെ. രഞ്ജൻ പള്ളുരുത്തി എനിക്കറിയാവുന്ന ആളാണ്. രഞ്ജൻ പള്ളുരുത്തി രഞ്ജന്റെ ശിഷ്യനാണ് ഞാൻ. ആണാ? അത് കലക്കി, അതിന് പ്രത്യേക കൈയടി അറിയിക്കുന്നു. രഞ്ജനും ഞാനും കൂടെ ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. തിരുവനന്തപുരത്ത് ബസ്സിൽ വരുമ്പോൾ രഞ്ജന് ഈ നമ്മുടെ അരൂര് കഴിഞ്ഞിട്ട് ഉള്ള അടുത്ത സ്റ്റോപ്പിൽ പള്ളുരുത്തിയിൽ എങ്ങാണ്ടാണ് ഇറങ്ങേണ്ടത്. പക്ഷേ ട്രാൻസ്പോർട്ട് ബസ്സിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അരൂര് കഴിഞ്ഞിട്ടുള്ള പോയി കഴിഞ്ഞാൽ പിന്നെ ചാലക്കുടി വരെയുള്ള ടിക്കറ്റ് എടുക്കണം. ഓരോ പോയിന്റ് ആണല്ലോ. ഇവന് തൊട്ടടുത്ത സ്റ്റോപ്പാണ് താനും ചാലക്കുടി വരെയുള്ള ടിക്കറ്റ് എടുക്കണം. ചാലക്കുടി നിന്നാണ് അടുത്ത പോയിന്റ് മാറുന്നത്. അപ്പോൾ പരമാവധി അരൂര് ടിക്കറ്റ് എടുക്കും. 30 രൂപയ്ക്കൊക്കെ കുറവുണ്ടാവും. എന്നിട്ട് ഉറങ്ങിയ പോലെ കിടന്നിട്ട് ഇവിടെ എത്താറാകുമ്പോൾ എണീറ്റ് അയ്യോ എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റോപ്പിൽ ഇറങ്ങും. ഇതാണ് രഞ്ജന് ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ ചെയ്തത്. അപ്പം രഞ്ജനെ നിങ്ങൾക്ക് അറിയാലോ, രഞ്ജന്റെ ശബ്ദം എന്തായി
കുറേ ആളെ കണ്ടിട്ട് ഇങ്ങനത്തെ ഒരു ശബ്ദമാണ് രഞ്ജനുള്ളത്. അപ്പോൾ രഞ്ജനെ സംബന്ധിച്ച് ഈ ശബ്ദമായതുകൊണ്ട് തന്നെ ഒരേ ബസ്സിൽ ഒരേ ട്രാൻസ്പോർട്ടിൽ അറിയാണ്ട് കയറിപ്പോയി 1 മാസം വ്യത്യാസത്തിൽ. അപ്പോൾ ഈ കണ്ടക്ടർ നോട്ടിട്ട് വെച്ചേക്കോ ഈ പുള്ളിയുടെ അടവ് അറിയാനായിട്ട്. അങ്ങനെ അരൂര് കഴിഞ്ഞു. രഞ്ജൻ ഉറങ്ങിയ പോലെ ഈ കണ്ടക്ടർ വന്ന് എണീപ്പിച്ചു. ഹലോ നിന്റെ ടിക്കറ്റ് ഒന്ന് കാണിച്ച് എന്ന് ചോദിച്ചു. അപ്പോൾ അരൂര് വരെ ഉള്ളൂ, അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ പോകുന്നത്. 90 രൂപ തരണമെന്ന് പറഞ്ഞ് കണ്ടക്ടർ വഴക്കുണ്ടാക്കി ഇവൻ്റെ നിന്ന് പൈസ മേടിച്ച് ഇവൻ ബസ്സുകാരിൽ മുഴുവൻ ആകെ നാണക്കെട്ട് ആകെ പ്രശ്നമായി. അപ്പം ഞാനും രഞ്ജനും കൂടെ ബസ്സിൽ ഞാൻ മിണ്ടാണ്ടിരിക്കുകയും വഴക്ക് നടക്കുന്ന സമയത്ത് മുഴുവൻ എനിക്കറിയാത്ത പോലെ ഇരിക്കും കേട്ടോ. രഞ്ജൻ ഈ ചീത്ത മുഴുവൻ കേട്ടിട്ട് പള്ളുരുത്തിയിലെത്തിയപ്പോൾ ഇറങ്ങാറായപ്പം രഞ്ജൻ എന്നോട് ചോദിക്കും, ഞാനപ്പോൾ ബസ്സിനകത്തിരിക്കുകയാണ്. അതെ രാത്രി ആയതുകൊണ്ട് ബസ്സിൻ്റെ സൗണ്ട് ആയതുകൊണ്ടും ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇയാളെ ചീത്ത വിളിക്കും. ബസ്സിനകത്ത് നിന്ന് എനിക്ക് വിളിക്കാൻ പറ്റൂല. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ ഇയാളെ ചീത്ത വിളിക്കും. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഈ ശബ്ദം കൊണ്ട് ചീത്ത വിളിച്ച് ഇയാൾ കേൾക്കൂല. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വായനക്കും പിഷാരടി വണ്ടിക്കകത്തിരുന്ന് ഡബ് ചെയ്യണോ. എന്നെ കണ്ടക്ടർ പിടിച്ചിടിക്കൂല്ലോ വണ്ടിക്കകത്തുനിന്ന്. അവനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാനിരുന്ന് തെറി പറയണ്ടേ. അത് പറഞ്ഞ ആളാണ് രഞ്ജൻ. ആ രഞ്ജന്റെ ശിഷ്യനാണ് ഈ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പെർഫോമൻസിലേക്ക് കടന്നാലോ? ഉറപ്പായിട്ടും. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പറഞ്ഞത് എൻ്റെ മെൽബിൻ കൊച്ചിൻ വരെയാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, ഒരു മിനിറ്റ്. ഞാൻ എത്തി ചേച്ചി. ചോദിച്ചു. സോറി, ഞാനേ എനിക്ക് ഇങ്ങോട്ടുള്ള വഴി അറിയായിരുന്നു. അപ്പോൾ ഞാൻ ഗൂഗിൾ മാപ്പ് വഴിയാണ് വന്നത്. അപ്പോൾ ആ പെണ്ണുമ്പോൾ ഇപ്പോൾ എന്തോ പറഞ്ഞിരിക്കണേ എന്ന് പറഞ്ഞാണ്, അല്ലെങ്കിൽ സംസാരിച്ചിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഫോൺ കൊണ്ട് ഉപകാരമല്ല. ഇപ്പോൾ നമുക്ക് ഒന്നും വഴിതെറ്റിപ്പോലെ എവിടെ വേണമെങ്കിലും എത്താം. ശരിക്കും നമ്മുടെ നിത്യത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഈ ഫോൺ. നമുക്കിപ്പോൾ ഫോണില്ലാത്തതായിട്ട് ആരുമില്ല. നമുക്ക് എവിടെ പോകാറിങ്ങിയാലും നമ്മൾ എന്ത് മറന്നാലും ഫോൺ എടുക്കാൻ മറക്കൂല. ഇപ്പോൾ എല്ലാവർക്കും ഫോണാണ്. പക്ഷേ ഈ ഫോൺ വഴി ചില ബന്ധങ്ങളൊക്കെ നമ്മൾ അകന്ന്. പണ്ട് എൻ്റെ വീട്ടിൽ ടെലിഫോൺ ഉണ്ടായപ്പോൾ ബന്ധുക്കളുടെ ആരെങ്കിലും ഫോൺ വന്നാൽ ഫോൺ ചെയ്യാൻ ഇടിയായിരിക്കും. ഞാൻ സംസാരിക്കാം. പക്ഷെ ഇപ്പം ബന്ധുക്കളുടെ ഫോൺ വന്നാൽ ഫോണിൻ്റെ തെറിയാൻ നീ സംസാരിക്കും, ഞാൻ സംസാരിക്കും, ഞാൻ അപ്പരോട് അമ്മോട്. അവസാനം അതുകൊണ്ട് ചെവിയാക്കാത്ത അമ്മൂമ്മയുടെ കൊണ്ട് കൊടുക്കും. അമ്മൂമ്മ അത് വെച്ച് വെക്കുന്നത് വിടുന്നത്. കാരണം ആൾക്കാർക്ക് ഇപ്പോൾ ഫോൺ കോൾ ചെയ്യാനേക്കാളും പോലും മറ്റു ചില വിനോദങ്ങൾക്കാണ് താല്പര്യം. ഇപ്പോൾ ഫേസ്ബുക്ക് അങ്ങനെ സോഷ്യൽ മീഡിയ. പക്ഷേ ഈ കോളിങ് ഇപ്പോഴും ഫോണിൻ്റെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടീമുണ്ട്. ഒന്നീ കാമുകന്മാർ അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ച ടീംസ്. ചില വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നോക്കിയാൽ കാണാം ഈ ചേച്ചി ഫോൺ വെച്ചിട്ട് ചെറുപ്പക്കാർ ഇറങ്ങുന്നത്. തൊട്ടടുത്ത് കടയിൽ പോയി വീട്ടിലേക്ക് റേഷൻ വാങ്ങാൻ നടക്കാൻ മടിയുള്ളവനായിരിക്കും 10-15 കിലോമീറ്റർ അതിന് മുകളിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ ഇവിടേക്ക് ഈ ഫോൺ കോളിന് ചില സമയത്ത് കാലം കഴിയുന്നതോളം വ്യത്യാസം വരും. ഉദാഹരണമായിട്ട് എൻ്റെ സുഹൃത്തുണ്ട് മനോജ്. ഇവൻ കല്യാണത്തിന് മുമ്പ്, അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യണവൻ. എൻ്റെ കല്യാണത്തിന് മുമ്പ് ഇവൻ്റെ പെണ്ണിൻ്റെ കോൾ വന്നുള്ള അവസ്ഥ ആദ്യം എങ്ങനെയാണ് അവനെ അറ്റൻഡ് ചെയ്യുന്നത്? മോള് പറഞ്ഞോളൂ. ഇവിടെ എന്ത് തിരക്കില്ല, ഇത്രയും സംസാരിച്ചിട്ട് കുഴപ്പമില്ല. ഭക്ഷണം കഴിച്ചോ? ഇവൻ സംസാരിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5 മണിക്കൂറത്തേക്ക് നോക്കണ്ട. ചിലപ്പോൾ ഊണ് കഴിക്കാനും മറന്നു പോകും. പക്ഷെ ഇവിടെ കല്യാണം കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞ് ഈ പെണ്ണിൻ്റെ കോൾ ചെയ്യുമ്പോൾ അറ്റൻഡ് ചെയ്യണത് എങ്ങനെ? പിശാചി ഒക്കെ പണിക്കില്ല. എന്താണ് എനിക്ക് എന്നോട് ഫോൺ ജോലി ചെയ്യുന്ന സമയത്ത് വിളിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഒരു ശല്യപ്പെട്ടില്ല. എനിക്ക് ഒരുപാട് തിരക്കുകൾ വിടാം. ആ ഭക്ഷണം ഞാൻ കഴിച്ചോളാം, നീ എനിക്ക് മാറ്റി തരണ്ട, ഞാൻ കഴിച്ചോളാം കേട്ടാ. എന്ത് മഷാലൊക്കെ കൊണ്ടുവരാൻ സ്വിച്ച് ഓഫ് ചെയ്യട്ടെ, അല്ലെങ്കിൽ നീ വിളിക്കും. ഞാൻ ചോദിച്ചാൽ മനോജ് എന്താടാ നീ വൈഫിനോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത്? ഒന്നും പറയണ്ട, ആകെ തൊല്ലാണ്. നീ ഇഷ്ടപ്പെട്ടിട്ട് കെട്ടിയ പെൺകുട്ടിയല്ലേ, എന്നിട്ട് നീ ഇപ്പോൾ ശല്യം വന്നോണ്ടങ്ങനെ. അപ്പോൾ അവൻ പറഞ്ഞു, എടാ അവളുടെ അടക്കോതുക്കുള്ള പെൺകുട്ടിയാണെന്ന് ചോദിച്ചിട്ട് അവളെ കെട്ടിയത്. ഞാൻ ഇപ്പോൾ അടക്കോതുക്കില്ലേ? അടക്കോതുക്കുണ്ട്, പക്ഷെ അടക്കോതുക്കും മാത്രമല്ല, അടങ്ങി ഒതുങ്ങി ചീടുമ്പി വെറുതെ ഇരിപ്പാണ്. ഒരു പണി കൊടുക്കും. എൻ്റെ അമ്മ തന്നെയല്ല പണി കൊടുക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ നമുക്ക് ഒരാൾക്ക് ഒരു ഫോൺ നമ്പർ ആണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും 2-3 ഫോൺ നമ്പർ ഉണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ അനിയന് 2 സിം ഉണ്ട്. അപ്പോൾ അനിയൻ 1, അനിയൻ 2. പക്ഷെ പണി കിട്ടിയത് എൻ്റെ അച്ഛൻ 2 സിം എടുത്തപ്പോഴാണ്. എങ്ങനെയായിരുന്നു ഞാൻ അച്ഛൻ 2 ആൾക്കാണ്ട് തെറ്റിരിക്കൂലേ? ഇതുപോലെ ഫോൺ വെച്ച് തട്ടിപ്പുറത്ത് വേറെ സുഹൃത്തുണ്ട് നമ്മളെ. അവൻ്റെ പേര് റോയ് 100. ഇവനെ പേരൊക്കെ അത് വണ്ടിയുടെ മോഡലാണെന്ന് തോന്നുമെങ്കിലും അവനെ റോയ് 100 എന്ന് വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇവൻ ആരൊക്കെ ഉണ്ടായാലും ഒരു 100 പറ്റിച്ചെടുക്കും. ഇവൻ പറ്റിക്കുന്ന രീതി എന്ന് വെച്ചാൽ അവന് ടൂള് മൊബൈലാണ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ എനിക്ക് പണ്ട് ഒരു ഇലക്ട്രിക് ഷോപ്പ് ഉണ്ടായിരുന്നു നാട്ടിൽ. അപ്പോൾ ഞാൻ ഷോപ്പിലിരിക്കുന്ന സമയത്ത് ഇവൻ എൻ്റെ അടുത്തേക്ക് വന്നെ. അപ്പോൾ ഇവൻ വരുന്നത് എപ്പോഴും ഫോണിൽ ചെവിട്ട് വെച്ചിട്ട് വരുള്ളൂ. മെൽബിൻ്റെ കട റൂമിൽ ഇപ്പം തന്നെ കേൾക്കാം. 100 നോട്ടെടുത്ത് എടാ 100 നോട്ടെടുത്ത് എനിക്കറിയാം ഇപ്പം 100 നോട്ടെടുക്ക്. അപ്പോൾ 100 ഫോട്ടോ എടുത്ത് ഓക്കെ റെഡിയാണ്. പറഞ്ഞൊരു പോക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ 100 ദിവസം കഴിഞ്ഞാൽ എന്നെ കാണൂല. അതെ മേശേറിനെ ഇതുപോലെ അതിന് പറ്റിച്ചിട്ടുണ്ടാ ചേട്ടാ? എൻ്റെ ഒരുത്തൻ നല്ല കോമഡികൾ പറയുമെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കോട്ടിട്ട് പറ്റിച്ചിട്ടുണ്ട്.
പക്ഷെ അവൻ ഇനിയും രക്ഷപ്പെടും. അപ്പോൾ അങ്ങനെ ഈ റോയ് എന്നെ പറ്റിച്ചു പോയി. പിന്നെ കുറച്ച് വീണ്ടും അവൻ എൻ്റെ കടയിലേക്ക് വന്നെ. അപ്പോൾ ഇവൻ ഞാൻ ദൂരെ തന്നെ കണ്ട്. ഞാനപ്പോൾ ഈ പ്രാവശ്യം സമ്മതിച്ചു കൊടുക്കരുത്. ഞാൻ അവൻ ഫോൺ എടുക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്ത് ഞാൻ ഫോണിൽ സംസാരിച്ചോളിന്ന്. ഇവൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ ഓർമ്മയുണ്ടമ്മേ ഇന്ന് ഏപ്രിൽ 24 ഇന്ന് ആർക്കും 10 പൈസ കടം കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് കൊടുത്താൽ ദോഷമാണ്. അവിടെ ആർക്കും കൊടുക്കൂലമ്മ. ഏതെന്ന് വെച്ചാൽ 10 പൈസ ഞാൻ കൊടുക്കൂലമ്മ. ഉറപ്പാണ്. അപ്പോൾ റോയ് എന്താ റോയ് അങ്ങനെ പോയി. അപ്പോൾ പക്ഷെ അവൻ അപ്പോഴും വിട്ടു വന്നിട്ടാ. അവൻ്റെ അടുത്തറക്കി. അപ്പോൾ അവൻ ഞാൻ കടലില്ലാ സമയത്ത് വന്ന്. അപ്പോൾ ഞാൻ എൻ്റെ കടയിൽ ഞാൻ സഹായത്തിന് എടുക്കുന്ന ഒരു ബംഗാളി പയ്യന്. പക്ഷെ അവൻ ബംഗാളി ആളുകളെ കാണാൻ തനി മലയാളി നിൽക്കാൻ. പക്ഷേ മലയാളിയായ എനിക്ക് തനി ബംഗാളി നിൽക്കും. അപ്പോൾ നമ്മുടെ ഈ റോയ് ഞാൻ എല്ലാ സമയത്ത് കടയിലേക്ക് വന്നെ. അപ്പോൾ നമ്മുടെ ഈ ബംഗാളി പയ്യൻ അപ്പോൾ അവൻ്റെ മനസ്സിലായി അവൻ മലയാളിയാന്ന് ഓർത്തിരിക്കണേ. അപ്പോൾ ഇവൻ കറക്റ്റായിട്ട് പഴയ അടറക്കണേ. ഈ പയ്യൻ്റെ അടുത്തേക്ക് ഇവൻ ഫോൺ ചെയ്യാൻ തന്നെ. മെൽപ്പിടോ ഞാൻ കടയിലെത്തിയിട്ടുണ്ട്. ഇവിടെ പയ്യനുണ്ട്. എത്ര മേടിക്കുന്നുണ്ട്? 500. മേടിച്ചേക്കാം 500 അല്ലേ വാങ്ങിച്ചേക്കാം. ഒരാൾ വിളിക്കണം 500 ഇതേ സംസാരിക്കും. അപ്പോൾ ഞാനാണെന്ന് പറഞ്ഞ് വേറെ ആരെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. ഇവൻ ഈ ബംഗാളിലേക്ക് ഫോൺ കൊടുത്ത് ബംഗാളി ആ ഫോണും ചെവിട്ടി വെച്ചിട്ട് കടയുടെ പുറകെ കൂടെ ഒറ്റ ഓട്ടം നേരെ ബംഗാളിലോട്ടാണ് പോയത്. 500 രൂപയ്ക്ക് വേണ്ടി 50,000 രൂപയുടെ ഫോൺ അവൻ കൊണ്ട് കളഞ്ഞു. ഇതുപോലെ വേറെ തട്ടിപ്പാണ് നമ്മുടെ നാട്ടിൽ. അഭിലാഷ് കാണുമ്പോൾ നല്ല എക്സിക്യൂട്ടീവ് ലുക്കൊക്കെ ഇട്ട് നല്ല പക്കായെന്ന്. അപ്പോൾ ഇവൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാവില്ല നമ്മളെ പറ്റിക്കണേന്ന്. എനിക്കുണ്ട അനുഭവം പറയാം. ഞാൻ നാട്ടിലിങ്ങനെ അധികം ജോലിയൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഞാൻ റോട്ടിൽ പോകുമ്പോൾ ഈ അഭിലാഷൊക്കെ കാണുന്നത്. അഭിലാഷ് ഹലോ മെൽബിൻ എങ്ങനെയുണ്ട് സുഖമല്ലേ? ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞ് ജോലി അന്വേഷിച്ചാണ്ടാക്കാം. ജോലിയൊന്നും ആയില്ലേ? ഈ നാട്ടിൽ നിന്നിട്ടൊരു കാര്യമില്ല. നീ ഗൾഫിൽ പോകുമ്പോൾ എനിക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല എനിക്ക് ജീവനെ ഷോടും. ഞാൻ പറഞ്ഞ എടാ ആഗ്രഹമുണ്ട് പക്ഷേ ചാൻസ് കിട്ടണ്ടേ. ചാൻസ് പേടിക്കാമെന്ന് വേണ്ട. എടാ നമുക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. ഇവൻ ഞാൻ റെഡി ആക്കി തരാം. ഞാൻ ഫോണെടുത്ത് മാറി സംസാരിച്ച് കുറഞ്ഞപ്പോൾ എടാ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അബുദാബിയിൽ ഞാൻ ഇലക്ട്രീഷ്യൻ ആവശ്യമുണ്ട്. ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ മാസം 50,000 സാലറി വിത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച നീ തിങ്കളാഴ്ച പോകാൻ റെഡി ആയിക്കോ. എടാ പെട്ടെന്ന് എന്താ പ്രശ്നം? നാളെ തിങ്കളാഴ്ച 3 ദിവസമില്ലേ? നീ ഒന്ന് ഇതൊക്കെ പെട്ടെന്ന് ചാൻസ് ഉണ്ട്. നീ ചെല്ലേ. ഞാൻ പറഞ്ഞ് അതല്ല സംഭവം നീ പറഞ്ഞ നല്ലൊരു ഓഫറാണ്. പക്ഷെ എനിക്ക് ഭാഗ്യമില്ല. എന്താ എനിക്ക് പാസ്പോർട്ട് ഇല്ല. ഞാൻ പാസ്പോർട്ട് തരില്ല. എനിക്ക് ഇത്രയും നാളും പാസ്പോർട്ട് തരില്ല. എനിക്ക് എന്താണ് ഒരു കാര്യം ചെയ്യാം. നമുക്ക് നാളെ തന്നെ പാസ്പോർട്ട് ചെയ്യാം. നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട് മട്ടാഞ്ചേരി. അവൻ പെട്ടെന്ന് റെഡി തരും. ഒരു 1000 രൂപ അങ്ങനെ റെഡി തരാം. അപ്പോൾ ഞാൻ 1000 രൂപ കൊടുത്ത് ഞാൻ വന്ന് ഒപ്പിച്ച് കാണാം. പിന്നെ ഗൾഫ് കൊണ്ട് അങ്ങനെ ഞാൻ നടക്കണേ. പക്ഷെ ഇവൻ പോയിട്ട് പിന്നെ ശരിക്കും നേരായ രീതിയിൽ പാസ്പോർട്ടിൻ്റെ സമയമായിട്ടൊന്നും പാസ്പോർട്ട് കൊണ്ടുവന്നില്ല. അവസാനം ഞാൻ ചോദിക്കാമെന്ന് വെച്ച്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തിനെ വഴി വെച്ചാണ്. അപ്പം എൻ്റെ അടുത്ത് വെച്ച് അവൻ ഇങ്ങോട്ട് വെച്ച് എടാ പിന്നെ എടാ അഭിലാഷിനെ കാണാൻ വന്നെന്ന്. ഞാൻ പറഞ്ഞ് അഭിലാഷ് കണ്ടായിരുന്നു എന്താടാ? അല്ല അവനെ കഴിഞ്ഞ ദിവസം ക്ലബിൻ്റെ മീറ്റിംഗ് വന്നപ്പോൾ ചോദിക്കണ്ടായി നമ്മുടെ നാട്ടിൽ ആൾക്കൊക്കെ പാസ്പോർട്ട് ഇല്ലാത്തതെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ പേരും പറഞ്ഞാൽ നീ വല്ല റെഡിയാക്കി തന്നറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാക്കി തന്നു. അങ്ങനെ നേരെ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് അവൻ ഇതുപോലെ എന്നെ പോലെ പാസ്പോർട്ട് ഇല്ലാത്തമ്മ അടുത്ത് പാസ്പോർട്ട് മേടിച്ചാന്ന് പറഞ്ഞാൽ 1000 രൂപ ചോദിച്ചാൽ അവൻ ഗൾഫിൽ പോയി. അവൻ രക്ഷപ്പെട്ടു. ഇപ്പോൾ ഇതുപോലെ ഇത് ഫോണിൻ്റെ മോശം രീതിയിൽ ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഫോൺ നല്ല രീതിയിൽ ഉപയോഗിച്ച് ജീവിതത്തിൽ രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൂടെ പല ടിക്ടോക്കിലൂടെയൊക്കെ പിള്ളേർ ഓരോ വീഡിയോസ് ചെയ്ത് വൈറലായി. അപ്പോൾ ഈ ഇടക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ സംഭവമാണ് 2 മെഡിക്കൽ സ്റ്റുഡൻസ് ഡാൻസ് ചെയ്യുന്ന സംഭവം. അപ്പോൾ എൻ്റെ സുഹൃത്തുണ്ട് ജിജോ. ഇവന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഫേമസ് നടക്കണേ. അവൻ ടിക്ടോക്ക് ഭ്രാന്തനാണ്. കണ്ട മനുഷ്യനാന്തിട്ട് കണ്ടുപിടിക്കാൻ കുറച്ച് ടൈം എടുക്കും. കാരണം മുടിയൊക്കെ നീട്ടി വളർത്തി കുറേ കളറൊക്കെ ചെയ്ത്. ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ചേച്ചിമാരൊക്കെ പിള്ളേർക്ക് രാത്രി ചോറ് കൊടുക്കണം. അവൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് അടിക്കാൻ വരും എന്നിട്ടാണ് ഭക്ഷണം കൊടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള ഇവൻ ഈ വീഡിയോ കണ്ടപ്പോൾ ഇവനോർത്ത് നമുക്ക് ഇതുപോലെ ഡാൻസ് ചെയ്ത് വീഡിയോ ഇറക്കിയാലും അവൻ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ഒരു ശാന്തം ചേച്ചിയുടെ മോളെയും വിളിച്ചിട്ട് ഒരാഴ്ച ഡാൻസ് പഠിപ്പിച്ച് സംഭവം വീഡിയോ ഒക്കെ എടുത്തിട്ട് സംഭവത്തിൽ വൈറലായില്ല. പക്ഷേ പെണ്ണിപ്പോൾ വയറ്റിലായി. അവൻ്റെ തലയിലായി. പിന്നെ ഈ നമ്മുടെ കൊറോണ വന്നപ്പോൾ കൊറോണയുടെ കാലം വ്യാപകമായ സംഭവമാണ് യൂട്യൂബ് ചാനലുകൾ. ഒരു വീട്ടിൽ 4 പേർക്ക് യൂട്യൂബ് ചാനലാണ്. ഇപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു പരിചയത്തവന്മാർ വന്ന് കഴിഞ്ഞിട്ട് ചേട്ടാ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ പറഞ്ഞത് കാലം. അപ്പോൾ പക്ഷേ ഈ യൂട്യൂബ് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ പക്ഷേ യൂട്യൂബിലെ സംഭവം കേട്ട് അബദ്ധമാണ് കൂട്ടാനുണ്ട്. പക്ഷെ നമ്മുടെ കൂട്ടുകാരനാണ് ടാങ്കർ ബിബിൻ. ഇവൻ എന്ന് വെച്ചാൽ വെള്ളമടിയാൻ എപ്പോഴും വെള്ളമടിയുടെ ഉസ്താദാണ്. അപ്പോൾ ഇവൻ നോക്കിയപ്പോൾ യൂട്യൂബേഴ്സും കണ്ട് വെള്ളം അടിച്ചിട്ട് പോലീസ് ഉദിച്ചാൽ പിടിക്കാതിരിക്കാനുള്ള വിദ്യ. ഇവനത് നോക്കി പഠിച്ച്. ഇപ്പോൾ സംഗതി എന്താ വെളിച്ചെണ്ണയും ചാപ്പിപ്പൊടിയൊക്കെ വെച്ച സംഭവമാണ്. ഇവൻ ആ ധൈര്യത്തിൽ ആ മിശ്രിതം ഉണ്ടാക്കിയിട്ട് ഇവനൊരു കല്യാൺ വീട്ടിൽ പോയിട്ട് ലാഭിച്ച് വെള്ളം അടിച്ചിട്ട് ഞാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് പോകണ്ട നീ കഴിച്ചിട്ടുണ്ട്. അതൊന്നും പേടിക്കണ്ടാ പോലീസ് പിടിക്കാനുള്ള പരിപാടിയൊക്കെ നമുക്കറിയാം. ഞങ്ങളോടത്ത് അത്ര ഇതാ. ഇവൻ നല്ല കോൺഫിഡൻസ് ആണ്. ഞാൻ എന്നെ പിടിക്കൂല. വരും പോയിട്ട് ഇവൻ ഈ മരുന്നും കഴിച്ച് ഈ സാധനം വായിലിട്ട് വെച്ചിട്ട് അവൻ നേരെ വണ്ടി എടുത്ത് വിട്ടണേ. എന്നിട്ട് ഇവൻ നോക്കിയപ്പോൾ പോലീസ് ചെക്കിങ് ഇല്ല.
പിന്നെ അവനൊന്ന് പോലീസ് ചെക്കിങ്ങുള്ള വഴികൾ നോക്കി നോക്കി നടന്ന് എന്നിപ്പോൾ ഒരു 2 പോലീസുകാർ 2 വീലർ നിന്നിട്ട് ഊതിക്കുന്നുണ്ട്. ഇവനെ കണ്ടുമില്ല ഇവനെ, പക്ഷേ ഇവനെ അവർ കാണാൻ വേണ്ടി ഇവൻ ഹോണൊക്കെ അടിച്ചപ്പോൾ അവർ കണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ വണ്ടി അവിടെ മാറ്റി വെച്ചാണ്, അതിൻ്റെ ബുക്ക് പേപ്പറൊന്നുമില്ല. ഇവൻ നേരെ വണ്ടി മാറ്റി വെച്ചിട്ട് നേരെ എന്നിട്ട് അവരോട് സാറേ ഊരട്ടെ. സംഗതി അവർ ഊതി അടിച്ചില്ല, വെള്ളം അടിച്ചിട്ട് സംഭവം പിടിച്ചില്ല. പക്ഷേ അവൻ പിറ്റേ ദിവസം അകത്തായിരുന്നു. അതെന്ത് പറ്റി? സംഭവം എന്ന് വെച്ചാൽ ഇവൻ അവർ ഉദിച്ച് കഴിഞ്ഞ് പൊയ്ക്കോന്നവർ പറഞ്ഞപ്പോൾ ഇവൻ ബോധമില്ലാണ്ട് ആ പോലീസുകാർ വന്ന 2 വീലറോട്ടാണ് പോയിക്കളഞ്ഞത്. അങ്ങനെ പിടിച്ചു മോഷണ സംബന്ധത്തിനകത്തായി. അപ്പോൾ ഇങ്ങനെ ഫോൺ കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട്. നല്ല രീതി ഉപയോഗിച്ചാൽ നല്ലതാണ് ഫോൺ, ചീത്ത ഉപയോഗിച്ചാൽ തല്ലും കൊള്ളും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനും സ്കൂട്ടാണ് അല്ലെങ്കിൽ പണിയാണ്. മെൽവിൻ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, നല്ല രസമായിരുന്നു. Thank you. രമേശ് ചേട്ടാ, മെൽവിനെ, നിങ്ങളുടെ ഗുരു രഞ്ജനോട് എൻ്റെ അന്വേഷണം പറയണം. തീർച്ചയായും നല്ല രസമായിരുന്നു പെർഫോമൻസ്. എന്താ അറിയാമോ, നിങ്ങൾ വെറുതെ വർത്താനം പറഞ്ഞാൽ തന്നെ നമുക്ക് ചിരി വരും. നിങ്ങളുടെ ഒരു നോട്ടവും നിങ്ങളുടെ ഒരു ആട്ടവും നിങ്ങളുടെ ഒരു പ്രസൻറ്റേഷനും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചില സ്പീഡുകളും ഒക്കെ നല്ല രസമാണ്. ഇതിന് നമ്മൾ ഒരുപാട് പാടുപെടണ്ട. ചില ആൾക്കാർ അങ്ങനെ വർത്താനം പറഞ്ഞാൽ തന്നെ അവരെന്ത് കാര്യം പ്രസൻറ്റ് ചെയ്താലും നമുക്ക് തമാശ പറയുകയാണ്, അത് സീരിയസ് ആയിട്ട് പറയുക എല്ലാം തോന്നുന്നൊരു ഫീലുണ്ട്. അങ്ങനത്തെ ഒരു ഫീലിലാണ് പറഞ്ഞത്. നിങ്ങളുടെ ഭാഷ അതിന് വലിയ കാര്യമായിട്ട് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. കൊച്ചി ഭാഷയും കാര്യങ്ങളുമൊക്കെ, ആ പോലീസിൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് പോയ കഥയും കടം മേടിച്ച മറ്റേ ബംഗാളി ഫോണും കൊണ്ട് ഓടിയ കഥയൊക്കെ ഗംഭീരമായിട്ടുള്ള കഥകളായിരുന്നു. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അനുശ്രീക്ക് ഇഷ്ടമായോ? ഒത്തിരി ഇഷ്ടപ്പെട്ടു, കേൾക്കാനായിട്ട് ഭയങ്കര രസമുണ്ട്. കാരണം ചില വേർഡ്സ് നമ്മളിപ്പം കൊച്ചി സ്ലാങ് ഒരുപാട് മൂവീസിൽ വന്നുകൊണ്ട് ഈ സൗബിൻ ചേട്ടനൊക്കെ ഇങ്ങനെ ചില വേർഡ്സ് ഇങ്ങനെ എപ്പോഴും പറയുന്ന കേട്ടിട്ട് നമുക്ക് ചില വേർഡ്സിനോട് പ്രത്യേക ഇഷ്ടമുണ്ട്. സോ ആ ഒരു ഭാഷ നന്നായിട്ട് സഹായിച്ചു എന്ന് തോന്നി. പിന്നെ എപ്പോഴും ഇങ്ങനെ പ്ലസൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം ഞങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ടും എപ്പോഴും ഒരു ചിരി, അല്ലെങ്കിൽ മൊത്തത്തിൽ നല്ലൊരു പ്ലസൻ്റ് ആയിരുന്നു. ഫുൾ പെർഫോമൻസ് നന്നായിരുന്നു. താങ്ക് യു. അപ്പൊ മെൽവിൻ നല്ല പെർഫോമൻസ് ആയിരുന്നു. രമേശ് ചേട്ടനും അനുശ്രീക്കും പ്രത്യേകിച്ച് ഇഷ്ടമായി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഒരു വളരെ മനോഹരമായ എപ്പിസോഡ് ഇങ്ങനെ എന്താ ഇത്? വന്നു വന്ന് എന്ത് തോന്നിയ സ്വാഗാവുന്നു? നിങ്ങളൊക്കെ സമൂഹം അറിയപ്പെടുന്ന ആൾക്കാരല്ലേ അല്ലെന്ന്? അതെ, അല്ല, പക്ഷെ എന്നെ ഇവര് വിളിച്ചോണ്ട് വന്നാ, അതുകൊണ്ട് സമൂഹം അറിയത്തില്ലേ? അല്ല സാറേ, ഇവര് വിളിച്ചാലും അവരവരുടെ കാര്യം അവരോ നോക്കണ്ടല്ലേ. ഞാൻ എല്ലാവരും അന്വേഷണ ഉൾപ്പെടെ ടെസ്റ്റ് നടത്തി സംസാരിക്കുന്നു. വേണ്ട, പെർമിറ്റ് എടുത്തിട്ടുണ്ടോ? എല്ലാം ഉണ്ട് സാറേ, എല്ലാം എവിടെ ഷോ എവിടെ എടുത്ത് സാർ? അല്ല, അത് നമ്മുടെ ഓഫീസിൽ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ സാധനം ഓഫീസിൽ വെച്ചേക്കാണ്. കാര്യങ്ങളൊക്കെ നോക്കാൻ ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട്, അവരെ നിങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ ടെമ്പറേച്ചർ നോക്കട്ടെ, നീട്ടണം, ഓരോരുത്തരും നീട്ട്. എല്ലാം ഓക്കെ ആണല്ലോ, നോക്കട്ടെ. എല്ലാവരുടെ നോക്കും, അതിനകത്ത് യാതൊരു അപ്പീലും ഇല്ല. എല്ലാ ക്യാമറമാരും എല്ലാവരും ഇവിടെ വരണം. ഞാൻ വളരെ സ്ട്രിക്റ്റ് ഓഫീസറാണ്. അതിന് സാറേ 96.5. കുഴപ്പമില്ല. നിങ്ങൾക്ക് മണം കിട്ടുന്നുണ്ടോ? എനിക്ക് ഈ ഓഡിറ്റോറിയത്തിന്റെ പുറത്ത് വെക്കുന്ന സ്ത്രീകളുടെ തലയിലുള്ള മുല്ലപ്പൂവിന്റെ മണം വരെ കിട്ടുന്നുണ്ട്. അപ്പൊ ഈ പണി കളഞ്ഞിട്ട് ഡോഗ്സ് കൂടി പോകുന്നതായിരിക്കും നല്ലത്. സാറേ, എനിക്ക് ഒരു കുഴപ്പമില്ല സാറേ. വിശാരട് നെഗറ്റീവാണ്. അതാ ഞാൻ പറഞ്ഞത് എനിക്കൊരു കുഴപ്പമില്ല. അതല്ല, ചിന്തകൾ മൊത്തം നെഗറ്റീവാണ്. അതാ പറഞ്ഞത്. ഒരു സമൂഹ വ്യാപനം ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സ്ട്രിക്റ്റ് ഓഫീസറാണ് ഞാൻ. ഒരു പാൻഡമിക് ഡിസീസാണ്. നിങ്ങൾ അതിൻ്റെ സീരിയസ് ആയിട്ട് കാണണം. നിങ്ങൾ അതിനെയൊക്കെ ഞാനിവിടെ ഉണ്ടാവും. ഞാൻ ഇവിടെ ഒരു ചെയർ കൊണ്ടുവരൂ പ്ലീസ്. ഇത് അവിടെ കൊണ്ടുവിടും, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഷൂട്ട് തീരുന്നിടം വരെ ഞാൻ ഇവിടെ ഉണ്ടാവും. ഷാരടി ഫ്രെയിമിലിരുന്നാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട്. ഓക്കെ, ഞാൻ ഇവിടെ തന്നെ കാണും. ഇനി തുടങ്ങിക്കോ. പ്രോഗ്രാമിന്റെ വൈൻഡപ്പാണ്. അപ്പോൾ രസകരമായ ഒരുപാട് നല്ല ചിരി മുഹൂർത്തങ്ങൾ സമ്മാനിച്ചുകൊണ്ടുള്ള ഫൺസ് അപ്പോൺ എ ടൈമിന്റെ എപ്പിസോഡ് ഇവിടെ ഇങ്ങനെ വൈൻഡപ്പ് ആവുകയാണ്. മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് കാണാം. ഒരു സെക്കൻഡ് ഡേനെ, എന്താ വാട്സാപ്പിലൊരു ഫോർവേഡ് വന്നിട്ടുണ്ട് നമ്മുടെ ഷൂട്ട് ഫ്ലോറിലുള്ള എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്. ഹലോ, വാട്സപ്പിൽ അങ്ങനെ ഒരുപാട് ഫോർവേഡ് മെസ്സേജ് വരും. അതൊക്കെ ഫേക്കാണ്. കൊറോണയെ കുറിച്ചായിരിക്കുമല്ലോ. അതെ, അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അല്ല, നമ്മളെല്ലാവരും വളരെ സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്നാണ് ഇതിൽ പറയുന്നത്. സൂക്ഷിക്കണമല്ലോ. കാരണം
മെഡിക്കൽ കോളേജിലെ കൊറോണ വാർഡിൽ നിന്നുള്ളൊരു അപ്ഡേഷനാണ്. കൊറോണ പോസിറ്റീവായിട്ടുള്ള ഒരു രോഗി അവിടുന്ന് ചാടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അയ്യോ, കാണാതാവുമ്പോൾ നീല ഫുൾ കെ ഷർട്ടും ഒരു പാൻറ്റും ബ്രൗൺ ഷൂസുമാണ് അദ്ദേഹം ധരിച്ചിട്ടുണ്ടായിരുന്നത്. മെഡിക്കൽ കോളേജിലെ ടെമ്പറേച്ചർ നോക്കുന്ന മെഷീനും കട്ടുകൊണ്ടാണ് പുള്ളി ഓടിപ്പോയിരിക്കുന്നത്. ഫോട്ടോയും വന്നിട്ടുണ്ട്. ഫേക്ക് ന്യൂസുകൾ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വ്യാജ വാർത്തയിൽ നിങ്ങൾ വഞ്ചിതരാകാതിരിക്കുക.